പാകിസ്ഥാൻ്റെ അണുവായുധങ്ങൾ സൂക്ഷിക്കുന്ന മല ബോംബ് മിസൈൽ വെച്ച് തകർത്ത് മണ്ണിട്ട് മൂടി എന്നുള്ളതാണ്. ഇനി അവർക്ക് അത് എടുക്കണമെങ്കിൽ മാസങ്ങളും കൊല്ലങ്ങളും കഴിയണം. മാത്രമല്ല അത് എക്യുപ്മെൻ്റൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയുണ്ട്. ഇതെല്ലാം സാറ്റലൈറ്റ് വഴി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നട്ടെല്ല് ഉയർത്താൻ പാകിസ്ഥാന് കഴിയില്ല. നമസ്കാരം. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ, അതിന് പൂർണ്ണമായ പിന്തുണയാണ് പ്രതിപക്ഷവും ഇന്ത്യയിലെ ജനങ്ങളും ജാതി മതം നോക്കാതെ കൊടുത്തിട്ടുള്ളത്. അതായത് ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ നോക്കാതെ ഇന്ത്യയിലെ മനുഷ്യർ ഒറ്റക്കെട്ടായിരുന്നു നരേന്ദ്രമോദിയുടെ കൂടെ. എന്നാൽ അമേരിക്ക പറഞ്ഞ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായി. ഒരു ചോദ്യവും ഉണ്ടായില്ല, ഒരു ഉത്തരവും ഉണ്ടായില്ല. വെറും വേഗമായിട്ട് പറയുക കേൾക്കുക എന്നുള്ളത് വന്നു എന്നുള്ള വലിയ ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ഒരു സംഭവമാണ്. ഒരു കൃത്യമായുള്ള ധാരണ ഉണ്ടാവാതെ, കൃത്യമായ എഗ്രിമെൻ്റ് ഉണ്ടാവാതെ, ഇനിമേലിൽ ഭീകരർ ഇങ്ങോട്ട് ആക്രമിക്കില്ല എന്നുള്ള ധാരണ ഉണ്ടാവാതെ, ആക്രമിച്ച ഭീകരരെ പിടിച്ചു തരുമെന്നുള്ള ധാരണ ഉണ്ടാവാതെ, ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കുമെന്നുള്ള ധാരണ ഉണ്ടാവാതെ പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്നുള്ള ആരോപണമാണ് ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും കടന്നു കയറിയത്. അത് നരേന്ദ്രമോദിക്കുണ്ടായ സ്ഥാനവും അതേപോലെ ബഹുമാനവും താഴേക്ക്, അദ്ദേഹം ധീര യോദ്ധാവാണ് എന്നുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നിട്ട് ഇന്നലെ 3 സേനാ മേധാവികളും അതേപോലെ മൊത്തത്തിൽ നയിക്കുന്ന സേനാ നായകനും വന്ന് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. വളരെ വിശദമായി അവർ എന്തുകൊണ്ടാണ് വെടിനിർത്തലിന് തയ്യാറായത്, ഇന്ത്യക്ക് എന്തെങ്കിലും കോട്ടമുണ്ടായോ എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് യാതൊരു തരത്തിലും കോട്ടമുണ്ടായില്ല, മാത്രമല്ല പാകിസ്ഥാൻ്റെ നട്ടെല്ലൊടിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കാർഗിൽ യുദ്ധ നായകൻ, അവിടെ പോരാട്ടം നടത്തിയിട്ടുള്ള നായകൻ കേണൽ ഉണ്ണിത്താനാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഇന്ത്യക്കെന്നും അഭിമാനത്തോടെ നട്ടെല്ലുയർത്തി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വെടിനിർത്തലിന് വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടില്ല. ഭീകരരെ ശരിക്കും അടിച്ചമർത്തുക മാത്രമല്ല, പാകിസ്ഥാൻ്റെ അണുവായുധങ്ങൾ സൂക്ഷിക്കുന്ന മല ബോംബ് മിസൈൽ വെച്ച് തകർത്ത് മണ്ണിട്ട് മൂടി എന്നുള്ളതാണ്. ഇനി അവർക്ക് അത് എടുക്കണമെങ്കിൽ മാസങ്ങളും കൊല്ലങ്ങളും കഴിയണം. മാത്രമല്ല അത് എക്യുപ്മെൻ്റൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയുണ്ട്. ഇതെല്ലാം സാറ്റലൈറ്റ് വഴി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നട്ടെല്ല് ഉയർത്താൻ പാകിസ്ഥാന് കഴിയില്ല. ആ അവസ്ഥയിലാക്കിയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചത്. അല്ലാതെ ട്രംപ് അവിടെയെങ്കിലും എന്തെങ്കിലും ഗർവാണം പറഞ്ഞത് കൊണ്ടല്ല ഇന്ത്യ ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അമേരിക്ക പറഞ്ഞ ഉടനെ തന്നെ തയ്യാറായി എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ നടന്ന ഇതിനെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് വലിയ ക്രെഡിറ്റ് എടുക്കാന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. ഇത് പ്രചരിപ്പിക്കുന്നവരും അത് ഒരു അമേരിക്കൻ ലോബിയിലുള്ള ആൾക്കാരാണ്. അത് മനസ്സിലാക്കാനുള്ള സന്മനസ് നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നു. അതുപോലെ മീഡിയയിലുള്ള ആൾക്കാരും അതനുസരിച്ച് അത് സത്യസന്ധമായി നേരായ രീതിയിൽ കൺവേ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിന്റെ പുറകെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. സോന്ദകുമാറിന് ഒരു പക്ഷേ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ഈ അമേരിക്കൻ ബ്രോക്കേർഡ് അല്ലെങ്കിൽ എവര് മധ്യസ്ഥം നിന്ന് നടത്തിയ ഒരു വെടിനിർത്തലല്ല. ഇവരെ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിന് ശേഷം മൂക്കൊണ്ട് ഇച്ഛ വരപ്പിച്ച സ്റ്റേജിലെത്തിയപ്പോൾ ഇവർക്കൊരു യുദ്ധം ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ അവര് അതിന് സമ്മതിച്ചു വന്നു. ഷവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററുടെ അവരുടെ പാർലമെന്റിൽ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം. അതൊന്ന് കേട്ടാൽ അറിയാം. मेरे अजीज हमवतनों, आज मैं आपसे एक निहायत संगीन और दर्दनाक हकीकत बयान करने जा रहा हूं। भारत के साथ जारी जंग में हम पीछे हट रहे हैं। हमारी अफवाज बहादुरी से लड़ रही हैं, लेकिन वसाइल की कमी, सियासी तन्हाई और दुश्मन की ताकत ने हमें मुश्किल में डाल दिया है।
अफसोस के साथ कहना पड़ता है कि तुर्की के अलावा कोई मुल्क हमारे साथ नहीं खड़ा हुआ। ना अरब दुनिया, ना चीन, ना ही कोई और ताकतवर ममालिक, सबने हमारी पुकार को नजरअंदाज कर दिया है। मेरा दिल बहुत बोझल है जब मैं कहता हूं कि अगर यही हालात रहे तो जल्द पाकिस्तान दुश्मन के कब्जे में जा सकता है। हमारी सरजमीन, हमारी खुदमुख्तारी, हमारे ख्वाब, सब कुछ खतरे में है। मैं अपने तमाम हमवतन से दरख्वास्त करता हूं, ये वक्त मायूसी का नहीं है, ये वक्त है अपने आखिरी पाकिस्तान को बचाने का, ये वक्त है कुर्बानी देने का। हम झुकेंगे नहीं, हम रुकेंगे नहीं। अगर हम सब एक हो जाएं तो कोई ताकत पाकिस्तान को मिटा नहीं सकती। पाकिस्तान जिंदा रहेगा अगर हम उसका दिफा पूरी जान से करें। अल्लाह हमारे साथ हो। അയാൾ പറയുന്നത് രാജ്യത്തിനോട് പറയുന്ന പാർലമെന്റിൽ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നമുക്ക് ഒരു യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, പൈസ ഇല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ നാളെ കാലത്തെ ഭാവിയെ പറ്റി ആലോചിച്ചൊരു തീരുമാനമാണ് നമുക്കൊരു വെടിനിർത്തൽ വേണ്ടത് എന്ന് ആര് പറഞ്ഞു? പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാൻ. അതുപോലെ തന്നെ ഇത് DGMO, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, പാകിസ്ഥാന്റെ DGMO ആണ് ഇന്ത്യ DGMO വിളിച്ചതിന് ശേഷം പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ്, ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ട, നമുക്ക് നിർത്തണം. കാരണം രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയെ പറ്റി നമ്മൾ ആലോചിക്കണം എന്നൊക്കെ അയാൾ റിക്വസ്റ്റ് ചെയ്തു. ഇന്ത്യയാണെന്നോട് ആദ്യം മുതലേ പറഞ്ഞല്ലോ ഇന്ത്യക്ക് ഒരു യുദ്ധം വേണ്ടെന്ന്. ഇന്നും പറയുന്നു, അന്നും പറഞ്ഞു. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇന്റർനാഷണൽ ഫോറങ്ങളിലെല്ലാം പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും പറയുന്നു, G20 പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 100% അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ആൾക്കാരോ പടച്ചുവിടുന്ന നുണക്കഥകൾ ഒരുപാടുണ്ട്. ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു പ്രൊലോങ്ഡ് വാർ, പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട്, ഇപ്പം ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ളത് 1 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നല്ലേ, 1 വർഷത്തിൽ കൂടുതലായില്ലേ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഉക്രൈനും റഷ്യയുമായിട്ടുള്ളത് 3 വർഷത്തോളം ആകുന്നു. ഒരു രാജ്യത്തിന്റെ നട്ടെല്ലൊടിയും രാജ്യത്തിന്റെ പുരോഗതികളെല്ലാം അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം നടന്ന് ഒരു മാസങ്ങളോളം നീണ്ടുപോയാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, തുറമുഖങ്ങളും റോഡുകളും എയർപോർട്ടുകളും അതുപോലുള്ള ഓരോരോ നല്ല നല്ല പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള പല പ്രോഗ്രാംസും കാര്യങ്ങളും ബെനിഫിറ്റ്സും, ഇതിൻ്റെ ഉള്ള കാശ് യുദ്ധഫാമിലികൾക്ക് വേണ്ടിയും യുദ്ധം തുടർന്ന് പോകുന്നതിന് ഉപയോഗിക്കേണ്ടി വരും. അതിന് ഇന്ത്യക്ക് ഒരിക്കലും ആഗ്രഹമില്ല. ഇന്ത്യ അതുകൊണ്ട് മാത്രമാണ് ശരി അവർ DGMO ലെവൽ ഡിസ്കസ് ചെയ്ത് ശരി വെടിനിർത്തണം 5 മണിക്ക്, ഇനിങ്ങന്ന് വൈകിട്ട് 5 മണിക്ക്. 3 മണി കഴിഞ്ഞ് 35 മിനിറ്റ് അയാൾ വിളിച്ചു പാകിസ്ഥാന്റെ DGMO. 5 മണിക്ക് മുതൽ വെടിനിർത്തൽ കരാർ വേണം. പക്ഷേ ഒരു ഡോക്യുമെന്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് 12 മണിക്ക് DGMO ലെവലിലെ ഹോട്ട് ലൈനിൽ അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് റെഡിയാകും. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാനുള്ള നമ്മുടെ പ്രബുദ്ധരായ ഇന്ത്യൻ ജനതയിലെ ആന്റി ഇന്ത്യ ലോബിയോടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ശരിയാണ്, അയാൾ ട്വീറ്റ് ചെയ്തു. എന്താണ്, അവര് രാത്രിയിൽ അവർ മത്സ്യസഭ വഹിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും ശരി, അങ്ങനെ ക്രെഡിറ്റ് എടുത്തോടത്തെ. അത് മാത്രമല്ല, പ്ലീസ്, മോദിയുടെ അടുത്ത ഫ്രണ്ട് അല്ലേ മോദി. ഹൗ ഡു യു മോദി എന്നുള്ള ട്രംപിന്റെ 4ാമത്തെ വർഷത്തെ ഒരു ഫംഗ്ഷന് കണ്ടല്ലോ. എത്ര ലക്ഷം ആൾക്കാരായിരുന്നു ആ ഓഡിറ്റോറിയത്തിൽ. മോദി ട്രംപിന്റെ കൈയും പിടിച്ച് സ്റ്റേഡിയത്തിന് ചുറ്റും നടന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹം അത് ക്രെഡിറ്റ് എടുത്തോടെ, കുഴപ്പമൊന്നുമില്ല. അത് നാടകകാലം നമുക്ക് നല്ലതാണ്. എന്താ ഒരുപക്ഷെ മോദി തന്നെ പറയുമായിരിക്കും, അതെ നിങ്ങളിത് ഞങ്ങളെ രക്ഷിച്ചു എന്ന്. ഇതൊക്കെ ചുവന്ന കളത്തിൽ പറഞ്ഞു വിചാരിച്ചെന്താ, ദാറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഇതാണ്. അതുകൊണ്ട് പിന്നെ ഇതിന്റെ പുറകിലുള്ള വേറെ ഒരു കാര്യം കൂടെ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഒരു പക്ഷേ സ്വന്തമാർ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ. അതായത് ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആർസണൽസ് ഇത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് കർഗോധ എന്ന് പറയുന്ന പഞ്ചാബിലുള്ള കിരാന ഹിൽസ് എന്ന് പറയുന്നത്. അത് കുന്നുകളാണ്. കിരാന ഹിൽസിലെ തുരങ്കങ്ങൾ ഉണ്ടാക്കി അണ്ടർഗ്രൗണ്ടില് ഈ മിസൈൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അണുവായുധങ്ങൾ. മിസൈൽസിന് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യമുണ്ട്. അണുവായുധങ്ങൾക്ക്, അണുവായുധത്തിന്റെ വാർഹെഡ്
ഈ പിന്നെ എന്തുവാ അണുവായുധം പിന്നെ പ്രയോഗിക്കാൻ അതിന് 2-3 കാര്യമുണ്ട്. പ്രൊപ്പൾഷൻ സിസ്റ്റം ഉണ്ട്, ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്, അത് കഴിഞ്ഞാണ് വാർ ഹെഡ് ഉണ്ട്. ഈ 3 മേജർ കമ്പോണൻസ് ഉണ്ട്. ഈ വാർ ഹെഡ് സൂക്ഷിച്ചിരുന്ന വേറെ സ്ഥലത്തായിരിക്കും. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒരിടത്ത് വെക്കും. എന്തുകൊണ്ട്? വല്ല ഉഗ്രാദികളുടെ അല്ലെങ്കിൽ ലഷ്കർ എ തൊയ്ബയോ അല്ലെന്നുണ്ടെങ്കിൽ ജയ്ഷെ മുഹമ്മദോ ഇങ്ങനെയുള്ള പിടിച്ചിരുന്ന ഈ രാജ്യം തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും ഇന്ത്യ പോലും ഒരേ സ്ഥലത്ത് വെക്കത്തില്ല. അതിന് അവരുടേതായ സീക്രട്ട് ലൊക്കേഷൻ. പക്ഷേ ഇവരുടെ സീക്രട്ട് ലൊക്കേഷൻസ് ഇവിടെ ഈ മിസൈൽസ് ആണ്, ആയുധങ്ങളുടെ പിന്നെ ശേഖരങ്ങൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞ് കിരാന ഹിൽസ് ആണ്. സർഗോധയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ കൊണ്ടുവച്ചിരുന്നത് ഇന്ത്യയിലെ നമ്മുടെ പിന്നെ സ്കാൽപ് മിസൈലും ഹാമർ മിസൈലും പിന്നെ പിന്നെ എന്താ പറഞ്ഞ ഭാരത് ഡൈനാമിക്സ് ഉണ്ടാക്കി ബ്രാഹ്മോസ് മിസൈലും കൊണ്ടുപോയി അടിച്ചിട്ട് അതിന്റെ ആ തുരങ്കത്തിന്റെ വലിയ പിന്നെ മിസൈൽ ഉള്ളിൽ കൊണ്ടുപോകുന്ന വലിയ ഗേറ്റുകളൊക്കെ ഉണ്ട്, അതെല്ലാം നശിപ്പിച്ച് മണ്ണിടിഞ്ഞതങ്ങ് അടഞ്ഞു. ഇതിന്റെ വീഡിയോ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇതെല്ലാം പുറത്ത് ഇതെന്തുകൊണ്ട്? അപ്പം സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലൊക്കേഷനിൽ നമ്മൾ പോകണ്ട. അതുപോലെ വിമാനങ്ങളിൽ നിന്നുള്ളതാണെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്യാമറയിൽ നിന്നാണെങ്കിൽ നമുക്ക് പിക്ചർ കിട്ടും. ആ പിക്ചറും അവിടെ ഡാമേജ് ഉണ്ടായതും ഇതെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ മീഡിയയിലുണ്ട്. അപ്പം ഇതവർക്ക് മനസ്സിലായി. ഈ പിന്നെ തോക്ക് യൂണ്ടി ഞാൻ വെടിവെക്കും. ആ തോക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത പിന്നെ എന്ന് പറഞ്ഞ ആക്ച്വൽ തോക്കല്ല, നാടൻ തോക്ക് കൊണ്ട് ആൾക്കാർ പിന്നെ ബാങ്ക് കൊള്ളയും മറ്റോ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഞങ്ങളുടെ കയ്യിൽ അണുവായുധം കൊണ്ട് ഞങ്ങളത് അണുവായുധം കൊണ്ട് ഉപയോഗിക്കും ആർക്കെതിരായിട്ട്. അതിനാണെങ്കിൽ അണുവായുധം ഉപയോഗിക്കുന്നതിന് തുടക്കുമ്പോൾ അത് അവിടുന്ന് സ്റ്റോറേജിൽ നിന്ന് എടുക്കുക, അത് ലോഡ് ചെയ്യുന്ന ക്രെയിനുകൾ വേണം. ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ഇന്ത്യ സാറ്റലൈറ്റ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ വിവരം കിട്ടും. അതിനുശേഷം ഇത് അസംബിൾ ചെയ്യാൻ കൊണ്ടുപോകണം, വാർഹെഡ് കൊണ്ടുവരണം, ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യണം. അതിന് സമയം എടുക്കും. എന്നിട്ട് ഇത് ലോഞ്ച് പാഡിൽ കൊണ്ടുപോകണം, എന്നിട്ട് വിക്ഷേപിക്കുന്നതിന്. ഇതൊക്കെ ഒരുപാട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇങ്ങനൊരു സംഭവം ഇവന്മാരെ ഞെട്ടിച്ചു പറഞ്ഞു. ഇതിന്റെ കൂടാതെ തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായത് അറിയാം. ഏതാണ്ട് 8-10 പിന്നെ പാകിസ്ഥാനി ഫ്രണ്ട് ലൈൻ എയർപോർട്ടുകൾ, റാവൽപിണ്ടി, കറാച്ചി, പിന്നെ ചക്കാല, മുറീദ്, അപ്പൊ ഇതിനെല്ലാം പേരുണ്ട്. അതിന്റെ എന്താ നൂർഖാൻ എന്നും റഫീഖി എന്നും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ വിമാനത്താവളങ്ങളെല്ലാം നിർവീര്യമാക്കി. ഇന്ത്യൻ മിസൈൽസ് അതുപോലെ ഇന്ത്യൻ എയർക്രാഫ്റ്റും അതിനെ പിന്നെ വീഡിയോസൊക്കെ പിന്നെ യൂട്യൂബിലുണ്ട്, പലരും ഞാൻ കണ്ടു. പോയി നഷ്ടപ്പെടുത്തി എത്രമാത്രം ഡാമേജ് ആണ്. അവർക്ക് അവിടുന്ന് ഒരു വിമാനം പോലും പറങ്ങാൻ റൺവേ ഡാമേജ് ആയി, വിമാനത്തിന്റെ ഹാങ്ങറുകളും വിമാനങ്ങളും നഷ്ടമായി. അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂണിഷൻ ഡംപ്, സ്റ്റോറേജുകള്, ഡീസൽ ഏവിയേഷൻ ഫ്യൂവൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇത് ഇത്രയും തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇന്ത്യ പറഞ്ഞത് 21 ടെററിസ്റ്റ് ക്യാമ്പുകളുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി. അതിനുശേഷം 9 മേജർ 9 പിന്നെ ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ അറ്റാക്ക് ചെയ്തുള്ളൂ. 100-ൽ കൂടുതൽ ആൾക്കാരെ കൊന്നു ടെററിസ്റ്റിനെ. ലഷ്കർ പിന്നെ ജയ്ഷെ മുഹമ്മദിന്റെ പിന്നെ ലീഡറായ അവന്റെ 10 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കൊന്നെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ എന്നിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞാണ് എന്റെ ജീവനോട് അങ്ങ് എടുക്കാതിരുന്ന എന്താണെന്ന്. എന്റെ ജീവനും എടുക്കും. പിന്നെ ഇവന്റെ സഹോദരനായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന് പറയുന്നത്. 1998 ഹൈജാക്ക് കൊണ്ട് കണ്ഡഹാറിൽ കൊണ്ടുപോയത്. അവനും ചത്തു. അങ്ങനെ പിന്നെ പുൽവാമയിൽ അറ്റാക്ക് ചെയ്ത് അവനെയും കൊന്നു. ഇതൊക്കെ നമ്മൾ ഉന്നം വെച്ചത് എന്താണ്? സിവിലിയൻസിനെയോ അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ്സിനോ ഒരിക്കലും നമ്മൾ അതിനെതിരായിട്ട് പോകത്തില്ല എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് പ്രിസിഷൻ അറ്റാക്ക്, പ്രിസിഷൻ നമ്മൾ എത്തേണ്ടവർക്ക് എത്തുക, നമ്മൾ ഉന്നം വെച്ചെടുത്ത് മാത്രം, അല്ലാതെ മറ്റുള്ള രീതിയിലൊന്നും ചെയ്തില്ല. പക്ഷേ പാകിസ്ഥാനികൾ എന്ത് ചെയ്തു? ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മുടെ അവിടെ ഷെല്ലിങ് തുടങ്ങി, മോട്ടറുകൾ ഉപയോഗിച്ചു, ആർട്ടിലറി ഗൺസ് ഉപയോഗിച്ചു. കുറച്ച് നമുക്ക് നഷ്ടങ്ങളുണ്ടായി. എങ്ങനെ? ഉറിയില്ല 13 സിവിലിയൻസ് മരിച്ചു. അതുപോലെ 25 പേര് അല്ല 25 അതിലെ മുറിവേറ്റവരുണ്ടായിരുന്നു. 42 പേർക്ക് കണ്ട് മുറിവേറ്റിരുന്നു. റൈറ്റ്. അപ്പൊ അത് പല റിപ്പോർട്ടുകളും വരുന്നു. ആർമിയുടെ DGMO ലെവലിലുള്ള ബ്രീഫിംഗ് സ്വന്തമാർ കേട്ട് കാണും. അതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു. ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ ആർമി, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ നേവിയും എയർഫോഴ്സും ഇവർ 3 കൂടെയുള്ള ബ്രീഫിംഗ്. അതുകൊണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാര്യങ്ങളെല്ലാം. പിന്നെ പൂഞ്ച്, രജോരി,
ജയ്സാൽമീർ, ഇവിടൊക്കെ ബോർഡർ വില്ലേജസ് ആണ്, ഗ്രാമങ്ങളാണ്. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ പോലും വ്യത്യാസമില്ല പാകിസ്ഥാൻ ബോർഡറുമായിട്ട്. അവിടുന്ന് അവരാണെങ്കിൽ MMGയോ ഷെല്ലിങ്ങോ ഒക്കെ ചെയ്താൽ ആൾക്കാർ വെളിയിൽ ഒക്കെ നടക്കുകയാണെങ്കിൽ ബങ്കറിൽ പോയി ഇരിക്കുന്നതിന് പകരമായി ചിലപ്പോൾ മരിക്കും. അങ്ങനെ മരിച്ചിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ യുദ്ധത്തിന്റെ. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആളപായം എത്ര പേരാണെന്നറിയാമോ? 7 പേര് മാത്രം. ഒരു BSFന്റെ ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 8 പേര്. അവരുടെ പടങ്ങൾ വരുന്ന എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കണ്ടു. പക്ഷേ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നാണ് 40-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചാണ് അവരുടെ ആർമി അല്ലെങ്കിൽ നേവിയിലെ എയർഫോഴ്സിന്റെ ആൾക്കാർ മരിച്ചതായിട്ടാണ് അറിയുന്നത്. റൈറ്റ്. അപ്പോൾ ഇത് നാശനഷ്ടങ്ങൾ 2 സൈഡിലും ഉണ്ടാകും. നമുക്കത് വേണ്ട. നമ്മൾ ഉള്ള കാശ്, നമ്മുടെ സമ്പത്ത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അല്ലാതെ പിന്നെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക പേടിച്ചു, എടാ ഇത് ഭയങ്കര പ്രശ്നങ്ങളാകുമല്ലോ. അതുപോലെ ചൈന പേടിച്ചു. അതുപോലെ ചില മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കി അല്ലെങ്കിൽ സൗദി അറേബ്യ, ഖത്തർ, ഇവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞല്ലോ, അതായത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ UAE-യിൽ നിന്നുള്ള ഫോറിൻ മിനിസ്റ്റർ സൗദിയിൽ നിന്നും ഇറാന്റെയും ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇവിടെ വന്നതും അവർ 7-ാം തീയതി എത്തിയതും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ കണ്ടതും, കാരണം യുദ്ധം മുമ്പോട്ട് കൊണ്ടുവരുന്ന അവർ റിക്വസ്റ്റും ഒക്കെ മത്സരം വഹിക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ അതിന്റെ പറഞ്ഞില്ല, ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാത്രമേ ഞങ്ങൾ ഇത് യുദ്ധം നിർത്തുകയുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് നിർത്തി? നമ്മുടെ ലിമിറ്റഡ് എയിം നടന്നു. ഈ എയിം പ്ലസ് എന്ന് പറയും. ഉദ്ദേശം എന്താണ്? അത് നടന്നു. 9 പ്ലേസസിൽ നമ്മൾ 100-ൽ കൂടുതൽ ഉഗ്രവാദികളെ കൊല്ലുക എന്നുള്ള ഒന്നാമത്. രണ്ടാമത് പാകിസ്ഥാൻ നമ്മുടെ കീഴിൽ നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർപോർട്ടുകളുണ്ട്. എവിടെ? ഭുജ്, ജാംനഗർ, രാജസ്ഥാനിലെ ജയ്സാൽമീർ, അതുപോലെ പഠാൻകോട്ട്, അമൃത്സർ, ശ്രീനഗർ, അവന്തിപ്പൂർ, ഇവിടെയെല്ലാം അവർ ബോംബ് ചെയ്യാൻ നോക്കി. പക്ഷെ എല്ലാം വിഷ്ഫലമാക്കി. ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടന്റ് വെപ്പൺസ് എല്ലാം ഉപയോഗിച്ചാണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുത്തി. ഡ്രോണുകൾ വന്നു, അതിലെല്ലാം വെടിവെച്ച് താഴ്ത്തി. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരൊറ്റ വിമാനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അതായത് നമ്മുടെ ഒരുപക്ഷെ 2019 ഓർക്കുന്നുണ്ടല്ലോ, ബാലക്കോട്ട് അറ്റാക്കിന് ശേഷം നമ്മുടെ MiG-21 എയർക്രാഫ്റ്റ് അവർ വെടിവെച്ച് ചെയ്തു. അതിലെ സ്ക്വാഡ്രൺ ലീഡർ, വിംഗ് കമാൻഡർ അഭിനന്ദൻ, അദ്ദേഹത്തിനെ അവർ ക്യാപ്ചർ ചെയ്തു. പക്ഷേ 24 മണിക്കൂർ തിരിച്ചു വന്നു. റൈറ്റ്. ആ വിമാനത്തിന്റെ പടങ്ങളെല്ലാം അവർ ഇന്റർനാഷണൽ മീഡിയയിൽ കാണിച്ചിട്ട് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ റഫേൽ വിമാനമാണ്, ഇന്ത്യയുടെ സുഖോയ് വിമാനമാണ്, Su-30 ആണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഡ്രോപ്പ് ടാങ്കും അതിന്റെ എഞ്ചിനും എല്ലാം കത്തുനഷ്ടമല്ല. ഇതാണ് ഫേക്ക് മെസ്സേജസ്, ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊക്കെ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് താങ്കൾ പറയുന്നത് ഇത്രയാണ്: ഇന്ത്യക്ക് ഭീകരരെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം, യുദ്ധമല്ല. മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ അവർക്ക് യുദ്ധം ചെയ്യുന്നതിനുള്ള സാഹചര്യം എല്ലാം തകർത്തു. ഈ ആറ്റം ബോംബ് ഇരിക്കുന്ന സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചു. അവർക്ക് ന്യൂക്ലിയർ ബോംബൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ആ രൂപത്തിൽ ഇന്ത്യ സെക്യൂർ ആയ ശേഷമാണ് സീസ് ഫയറിന് തയ്യാറായത് എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും മിസ്റ്റർ അതാണ് ഞാൻ പറഞ്ഞത് ക്രക്സ് ഓഫ് ദ ഹോൾ തിങ് എന്ന് പറയുന്നത്.